അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അരിനെല്ലിക്ക അച്ചാറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആണ് എനിക്ക് ടേസ്റ്റായിട്ട് ഇഷ്ടം, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ. അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്താലും മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം കേട്ടോ. ജസ്റ്റ് നടുകെ കീറിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കളർ ഒന്ന് മാറുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ആക്കി വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം ഉപ്പിലിട്ട് അരിനെല്ലിക്ക കേട്ടോ. കുറച്ച് കാലമായിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കുക. അതിൻ്റെ വെള്ളം ഒരു 1/2 കപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് സുർക്കയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള അരിനെല്ലിക്ക അച്ചാറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർക്കണമെന്ന് നിർബന്ധമല്ല, കാരണം ഞാൻ അരിനെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചതാണ്. അതിൻ്റെ ആ ഒരു ഉപ്പ് പുളി ഇതിന് ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അരിനെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേ കാലത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. പുറത്ത് വെച്ചാൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഒന്നാമത്തെ ഞാനിത് ഉപ്പിലിട്ട് വെച്ചതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.